بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله يا نبي الله يا حبيب الله. بسم الله الرحمن الرحيم. الذين جاهدوا فينا لنهدينهم سبلنا. صدق الله العلي العظيم. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം അള്ളാഹു പൊരുത്തപ്പെടട്ടെ, മൗത്ത് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, പരലോകം അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. റബ്ബിന്റെ ലിഖാ കണ്ട് ആസ്വദിക്കുന്ന മുത്തഖിങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹത്തായ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ, നമ്മുടെ പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ നടന്നു വരുന്ന ഒരു മഹത്തായ പരിപാടിയിലാണ് ഞാനും നിങ്ങളും സംബന്ധിച്ചിട്ടുള്ളത്. കോവിഡ് എന്ന മഹാമാരി വന്ന് പല പ്രോട്ടോക്കോളും നിർദ്ദേശിക്കപ്പെട്ട നാം ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് അതിനെ മറികടക്കാനും അതിജയിക്കാനുമുള്ള മാർഗങ്ങൾ അവലംബമാക്കിയതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ ബോർഡിന് കീഴിലും മറ്റ് നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് കീഴിൽ നടക്കുന്ന സർവ്വ സംരംഭങ്ങളും കാലോചിതം നിയമങ്ങൾ മാനിച്ച് അത് ഓൺലൈൻ മുഖേനയും മറ്റുള്ള സംവിധാനങ്ങൾ മുഖേനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല സാഹചര്യങ്ങൾ, നല്ല അസ്ബാബുകൾ അള്ളാഹു ഒരുക്കി തരട്ടെ. ഓരോ വെള്ളിയാഴ്ചയും ഫ്രൈഡേ ക്ലാസ് നടക്കുന്നു. ഇന്ന് മഹത്തായ റബീഉൽ ആഖിർ മാസമായതുകൊണ്ട് ഈ മാസത്തിൽ ജീലാനി അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത്. മദ്രസ പ്രസ്ഥാനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അവരെ രക്ഷിതാക്കളും ഉസ്താദുമാരും ബന്ധപ്പെട്ടവർ മുഴുവനും പങ്കെടുക്കുന്ന ഒരു മഹത്തായ വേദിയിലാണ് ഈ ജീലാനി അനുസ്മരണ പരിപാടി നടക്കുന്നത്. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ജീവിതം നമുക്ക് മാർഗമായി, യഥാർത്ഥ ദർശനമായി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തീർക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനുമുണ്ട്. മുഴുവനായി പറഞ്ഞു പഠിക്കുന്ന സമയമല്ല. ആ പാഠങ്ങളാണല്ലോ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ കർമ്മങ്ങളും അതുപോലെ സ്വഭാവ ശുദ്ധീകരണവും, ഈ മൂന്ന് വിഷയം ആധാരമാക്കിയാണല്ലോ നമ്മുടെ സിലബസുകൾ വിദ്യാർത്ഥികൾക്കായും മറ്റും തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് മൂന്നും നമ്മുടെ വിജയത്തിന് വളരെ അനിവാര്യമാണ്, ആവശ്യമാണ്. വിശ്വാസം ശരിപ്പെടണം, അതാണ് നമ്മുടെ മെയിൻ ആവശ്യം. അതിന് വിശ്വാസം വളരണമെങ്കിൽ, അത് ഉയർച്ച കിട്ടണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അതിൻ്റെ കൃത്യമായ നിലവാരത്തിലാവണം. അതോടൊപ്പം നമുക്ക് സ്വഭാവ ശുദ്ധീകരണം നമുക്ക് വളരെ അനിവാര്യമാണ്. ഈ മൂന്ന് സംഗതി നമുക്ക് നിർബന്ധമാണ്, ഫർള് ഐനാണ്. ഏതു മനുഷ്യനും, അത് കുട്ടിയെന്നോ വലിയവന് എന്നോ ആണ് എന്നോ പെണ്ണ് എന്നോ മുതലാളി തൊഴിലാളി എന്നോ ഒരു വ്യത്യാസമില്ല. മൂന്ന് സംഗതി ഫർള് ഐനായി നമ്മൾ പഠിച്ചിരിക്കണം. വിശ്വാസപരമായ കാര്യങ്ങൾ, കർമ്മപരമായ കാര്യങ്ങൾ, അതുപോലെ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിന് പണ്ഡിത ഭാഷയിൽ ഈമാന്, അഖീദ എന്ന് പറയും വിശ്വാസത്തിന്. അതുപോലെ തന്നെ കർമ്മങ്ങൾക്ക് ഫിഖ്ഹ്, അമലിയാത്ത് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ സ്വഭാവ ശുദ്ധീകരണത്തിന് അഖ്ലാഖ്, തസവുഫ് എന്ന് ഉള്ള സാങ്കേതികമായ ഉപയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുമെന്ന് മാത്രം. ഈ ഒരു മഹത്തായ വിഷയം ഇവിടെ കൃത്യമായി മനുഷ്യ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്നതിനും മനുഷ്യ ഹൃദയങ്ങൾ ഈ നിലവാരത്തിൽ എത്താനും വേണ്ടിയാണ് വിദ്യാഭ്യാസ ബോർഡ് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോരുത്തരും, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സർവ്വ ആളുകളും അറിഞ്ഞതാണ്, അറിയേണ്ടതുമാണ്. പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ ഇന്ന് നമുക്ക് ഇവിടെ അനുസ്മരിക്കാനുള്ളത് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഈ പ്രപഞ്ചം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സംവിധാനിച്ചപ്പോൾ
ഇവിടെ അല്ലാഹു തആല അവന്റെ കഠിന ശത്രുവാകുന്ന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്ന് ശത്രുത വ്യക്തമായ ശത്രുവാണ് ശൈത്താന് എന്ന് ഇബ്ലീസ് എന്ന് പഠിപ്പിച്ചു തന്ന ആ പിശാചിന് സ്വാധീനമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാധീനം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ രക്തം നടക്കുന്ന നാഡി സഞ്ചാരപഥങ്ങളിൽ മുഴുവനും രക്തം എത്ര ശക്തിയിൽ സഞ്ചരിക്കുന്നുവോ ഓടുന്നുവോ എവിടെയെല്ലാം ഓടുന്നുവോ അവിടെയെല്ലാം രക്തം നടക്കുന്ന അതേ പവറിൽ പിശാച് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പൈശാചികതയിൽ നിന്ന് മോചനം നേടുന്ന നിലവാരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിനുവേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയതാണ് മഹാന്മാരായ അംബിയ മുർസലുകൾ. അവരുമായുള്ള എല്ലാ നിലക്കുള്ള കണക്ഷനും ഒരു മനുഷ്യൻ പൂർത്തീകരിച്ചിരിക്കണം. അപ്പോഴാണ് പൈശാചികതയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മാർഗമാവുകയുള്ളൂ. ഇതിൽ നമ്മുടെ നേതാവ്, നമുക്കിതിൽ അവലംബമാക്കാനുള്ളത് ലോകത്തിന് മുഴുവനും നേതാവായ റഹ്മത്തുല്ലിൽ ആലമീനായ അള്ളാഹുവിൻ്റെ അവ്വലു ഖൽഖായ അവ്വലു നൂറായ പല വിശേഷണങ്ങളെ കൊണ്ട് വസ്തു സിദ്ധിച്ച, അഥവാ സാധാരണക്കാരായ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിശേഷങ്ങളുടെ ഉടമയായ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളുടെ ഉമ്മത്താണ് നാം എല്ലാവരും. നമ്മുടെ നേതാവ്, നമുക്കുള്ള നബി, നമുക്കുള്ള റസൂല്, നമുക്കെല്ലാം എല്ലാമാകുന്ന അവലംബം ഹബീബ് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങൾ 1500 വർഷം മുമ്പ് ഈ ലോകത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വെളിപ്പെടുത്തിയത് മനുഷ്യവർഗത്തിലാണ്. അത് തന്നെ മനുഷ്യവർഗത്തിന്റെ സവിശേഷതയാണ്. അള്ളാഹുവിന്റെ അവ്വലു മൗജൂദായ, അവ്വലു മഖ്ലൂക്കായ, അഷ്റഫുൽ മഖ്ലൂക്കായ ആദ്യത്തെ ഒളിവിനെ അള്ളാഹ് ഈ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് മനുഷ്യകുലത്തിലാണ്. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പവർ. ആ മനുഷ്യന് മറ്റ് ജീവികൾക്കില്ലാത്ത ഒരുപാട് കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അറിയാനുള്ള കഴിവ്, പഠിക്കാനുള്ള കഴിവ്, ബുദ്ധിശക്തി, അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവ്, ഉള്ളിലേക്ക് കാര്യങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അകത്തേക്ക് ഉൾക്കൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതിൽ നിന്ന് ഒരുപാട് അറിയാത്ത ജ്ഞാനങ്ങൾ കണ്ടെത്തി തൻ്റെ ജീവിതം യഥാർത്ഥ മനുഷ്യത്വത്തിലേക്ക് ഉയർത്താനുള്ള എല്ലാ കഴിവുകളും മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും അവലംബമാക്കേണ്ടത് ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങൾ ഈ ദൗത്യം കൃത്യമായി തൻ്റെ ജീവിതത്തിൽ നിലനിർത്തി. തൻ്റെ ജീവിതം മുഴുവനും ഈ ഉമ്മത്തിന് വേണ്ടിയായിരുന്നു, ഈ സമൂഹത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതും വിചാരിച്ചതും മുഴുവനും അള്ളാഹുവിൻ്റെ വഹി മാത്രമായിരുന്നു. വഹിയല്ലാത്ത ഒന്ന് തങ്ങളിൽ നിന്ന് ഈ ലോകത്ത് നിർഗളിച്ചിട്ടില്ല, പുറപ്പെട്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. അങ്ങനത്തെ ഹബീബ് റസൂലുള്ളാഹി കുറഞ്ഞ കാലം 63 വയസ്സ് മാത്രമാണ് ഈ ഭൗതികമായ ലോകത്ത് ജീവിച്ചതെങ്കിലും തങ്ങളെല്ലാം പൂർത്തിയാക്കി പോകുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് തന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അവലംബമാക്കാൻ ഞാൻ ഏൽപ്പിക്കുന്ന വിഭാഗം 2 വിഭാഗം ആളുകളെയാണ് ഏൽപ്പിക്കുന്നത്. ഒന്ന് അഹ്ലുബൈത്തിനെയും മറ്റൊന്ന് ഉലമാഇനെയും. സഹിയായ ഹദീസിൽ ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അഹ്ലുബൈത്ത്, ഉലമാ, ഇത് രണ്ടും നമ്മുടെ അവലംബമാണ്. അഹ്ലുബൈത്ത് നമുക്ക് കയറാനുള്ള, നമുക്ക് മുറുകെ പിടിക്കാനുള്ള കപ്പലുകളായും, പണ്ഡിതന്മാര് കപ്പലുകളിൽ കടലിൽ കൂടി കപ്പൽ അക്കരെ കടക്കുമ്പോൾ വഴി തെറ്റാതിരിക്കാൻ നമ്മൾ നോക്കുന്ന നെജ്മുകളായും നക്ഷത്രങ്ങളായും നമുക്ക് പണ്ഡിതന്മാരെ ഈ ലോകത്തേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് മുത്തുനബിന്റെ അനന്തരാവകാശം കൃത്യമായി നിലനിർത്തുക എന്ന നിലക്കാണ്. ഈ വിഷയത്തിൽ ഒരുപാട് മഹത്തുക്കളെ നമ്മൾ ഓർക്കേണ്ടതും അറിയേണ്ടത് സഹാബത്തിനെ ഓർക്കണം, താബീങ്ങളെ ഓർക്കണം, താബീങ്ങളെ ഓർക്കണം, ഇമാമിങ്ങളെ ഓർക്കണം. ഓരോ തബക്കകളായി ഓർക്കേണ്ടവരും അറിയേണ്ടവരും പഠിക്കേണ്ടവരുമാണ് നമ്മളെല്ലാവരും. അവരെ ചരിത്രങ്ങൾ അറിയണം. താരീഖ് പഠിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതിനാണ് താരീഖ്. ഈ 3 വിഷയത്തിൽ പൂർണ്ണത കിട്ടണമെങ്കിൽ താരീഖ് പഠിക്കണം, മഹത്തുക്കളുടെ ചരിത്രങ്ങൾ പഠിക്കണം. അത് വളരെ അനിവാര്യമാണ്. അതിൽ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട റസൂലുള്ളാന്റെ ഖലീഫയാണ് എന്നും ഈ ഉമ്മത്തിനെ ആകെ നിയന്ത്രിക്കേണ്ട പവർ
കൃത്യമായി ലഭിച്ചിട്ടുണ്ട് എന്നും അനിഷേധ്യമായി നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ അറിയപ്പെട്ട മഹാനാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അപ്പോൾ ജീലാനി തങ്ങളെ അറിയുമ്പോൾ ഒരുപാട് അടിസ്ഥാന മൂല്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ അത് റസൂലുള്ളയിൽ നിന്ന് ചിട്ടപ്പെടാൻ വേണ്ടി തങ്ങൾ തങ്ങളുടെ ഉമ്മത്തിനെ പരമ്പരയായി ഏൽപ്പിച്ച് വന്ന് തലമുറ കൈമാറി വരുമ്പോൾ ആ പരമ്പര കൃത്യമായി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു 5-ാമത്തെ നൂറ്റാണ്ടിൽ റസൂലുള്ള വഫാത്തായി വന്നതിന് ശേഷം 5-ാമത്തെ നൂറ്റാണ്ടിൽ 470 മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് വരുന്നത്. മഹാനവറുകൾ അഹ്ലു ബൈത്താണ്, കപ്പലാണ്, നമുക്ക് കയറി പറ്റാനുള്ള കപ്പലാണ്. ഉമ്മവാകും ബാപ്പവാകും ഫാത്തിമ ബീവിയിൽ ചെന്നുമുട്ടുന്ന പരമ്പരയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പരമ്പര. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഔസുൽ ആലമിന്റെ ബാപ്പഭാഗം അലി റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിലും ഉമ്മഭാഗം റസൂലുള്ളാന്റെ പേരക്കുട്ടിയായ ഫാത്തിമ ബീവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലും ചെന്നെത്തുന്നു. അതോടൊപ്പം ഉമ്മാന്റെ ബാപ്പാന്റെ പരമ്പര ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലും സ്വന്തം ബാപ്പാന്റെ പരമ്പര ഹസൻ റളിയല്ലാഹു അൻഹുവിലും ജദ്ദത്തിന്റെ ബാപ്പാന്റെ ഉമ്മയാകുന്ന ജദ്ദത്തിന്റെ ഉമ്മാമാന്റെ പരമ്പര സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലും ചെന്നെത്തുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഹസനിയുമാണ്, ഹുസൈനിയുമാണ്, സിദ്ദീഖിയുമാണ് എന്ന് ബഹുമാനപ്പെട്ട ഔസുൽ ആലമിനെ കുറിച്ച് മഹത്തുക്കൾ കിതാബുകളിൽ പറഞ്ഞത് കാണാം. പ്രിയമുള്ളവരെ, ആ ബഹുമാനപ്പെട്ടവർ 470 ജനിച്ച് 561 മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത്. 91 വയസ്സ് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്ത് ജീവിച്ചു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇവിടെ ഇതിൽ പ്രധാനമായി മക്കളാണല്ലോ പ്രധാനപ്പെട്ട നമ്മുടെ വിഷയം, നമ്മളെ മർമ്മ അതാണല്ലോ. ഈ രക്ഷിതാക്കളും ഈ ഉസ്താദുമാരും വിദ്യാഭ്യാസ ബോർഡും എല്ലാവരും പ്രവർത്തിക്കുന്നത് ഈ വരും തലമുറ മക്കൾ നന്നാകാൻ വേണ്ടിയാണ്. അതോടൊപ്പം മറ്റൊരു ഈ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, ഉസ്താദുമാർ, പ്രധാനമായി നമ്മളെ മക്കൾ. ഔസുൽ ആലമിന്റെ കുട്ടിക്കാലത്തെ ചരിത്രം റമദാൻ മാസം ഇന്ന് കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഔസുൽ ആലമിന്റെ ഉമ്മാന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, കുട്ടി മുല കുടിച്ചേക്കണാന്ന്. അപ്പൊ എത്രമാത്രം ഉണ്ട്? റമദാൻ മാസം പകല് ആണെങ്കിൽ കുട്ടി മുല കുടിക്കൂലായിരുന്നു. ബഹുമാനപ്പെട്ടവർ മുല കുടിക്കുന്ന കാലത്ത് മാസം കണ്ടക്കണൊന്ന് നോമ്പാണോ എന്ന് അറിയാൻ ഔസുൽ ആലമിന്റെ ഉമ്മ ഉമ്മുൽ ഖൈർ അമത്തുൽ ജബ്ബാർ ഫാത്തിമ ബീവി മഹദിയോട് ഇന്ന് കുട്ടി മുല കുടിച്ചോ എന്നായിരുന്നു ചോദിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാം. അപ്പൊ റമദാൻ മാസം പകലിൽ വരെ കുട്ടി, അത് ഷറൈന്റെ ഇതല്ല, കറാമത്താണ്. ഷറൈന്റെ ഒക്കെ അനുസരിച്ച് ഒരു കുട്ടി പകല് മുല കുടിക്കണിലും ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുട്ടി കുടിക്കൂലായിരുന്നു റമദാൻ മാസം പകല്. 2 വർഷമാണല്ലോ ഉണ്ടാകുക മുല കുടിക്കുന്ന കാലം. ആ 2 വർഷം റമദാൻ മാസത്തിൽ പകൽ സമയം കുട്ടി മുല കുടിച്ചിട്ടില്ല. അപ്പൊ അത്രയും കുട്ടിക്കാലത്ത് തന്നെ അല്ലാഹു തആല മഹത്വത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഈ ലോകത്ത് മഹാനവറുകളെ കൊണ്ടുവന്നത്. അത് അള്ളാഹു ആത്മീയ ലോകത്തിൽ നിന്ന് തന്നെ മഹത്വം അല്ലാഹു തആല കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. ആത്മീയ ലോകത്തിൽ നിന്ന് തന്നെ സ്ഥാനങ്ങളും പദവികളും. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ നിന്ന് സംസാരിച്ചു. ബഹുമാനപ്പെട്ട ഉമ്മാനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കിയപ്പോൾ തൊട്ടിലിൽ നിന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്. ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ്, ഞാൻ നബിയാണ്. എന്നോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും ഒക്കെ എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചതായിട്ട് കാണാം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിൻ്റെ സ്ഥാനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സ്വഭാവങ്ങളും ചിട്ടകളും കുട്ടിക്കാലത്ത് പ്രകടമാകും എന്ന് ഔസുൽ ആലമിന്റെ ചരിത്രത്തിൽ നിന്ന്, മഹത്തുക്കളുടെ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ നല്ല സ്വഭാവം, നല്ല ചിട്ട, നല്ല മട്ടം ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ട കടമ മാതാപിതാക്കൾക്കാണ്. ഇല്ലെങ്കിൽ അത് ശീലിപ്പിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. പ്രസവിച്ച് വീണാൽ ചെയ്യേണ്ട സംഗതി ഉണ്ട്. ബാങ്കു ഇഖാമത്തും കുട്ടിയെ കേൾപ്പിക്കേണ്ട ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, ഇത്തരം മധുരമേറിയ ഈമാന്റെ മധുരമേറിയ വചനങ്ങളാണ് ചെറിയ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കേണ്ടത്. ഞാൻ വിശദമായി പറയല്ല. അങ്ങനെ ബഹുമാനപ്പെട്ട
ഔസുൽ ആലമിന്റെ വാപ്പ കുട്ടിക്കാലത്ത് തന്നെ വഫാത്തായി. പിന്നെ ഉമ്മാന്റെ വാപ്പയാണ് ബഹുമാനപ്പെട്ട ഔസുൽ ആലമിനെ ഉമ്മാന്റെയും ഉമ്മാന്റെ ഒപ്പാന്റെയും തെർബിയത്തിലാണ് തെദ്ബീറിലാണ് ഔസുൽ ആലം വളരുന്നത്. വലിയ മഹാനായിരുന്നു ഉമ്മാന്റെ വാപ്പ, വലിയായിരുന്നു, സാഹിദായിരുന്നു. അങ്ങനത്തെ മഹാനവറുകള് ആ പ്രിയപ്പെട്ട ഉമ്മുൽ ഖൈർ ബീവിയും കുട്ടിന്റെ വളർച്ചയിൽ ശരിക്ക് ശ്രദ്ധിച്ചു. കുട്ടിക്കാലത്ത് തന്നെ ഇത്തരം കറാമത്ത് പ്രകടമായ കുട്ടി ഒരു സ്ഥാനത്തെത്തണം. തമീസ് വരുമ്പോ ഉമ്മ ആദ്യമായി ഉപദേശിക്കുന്നത് മോനെ കളവ് പറയരുത് എന്നാണ്. മോനെ കളവ് പറയരുത്. നമ്മളൊക്കെ പഠിക്കേണ്ടത് അതാണ്. 4 സ്വഭാവം നമ്മൾ ശരിയാക്കണം, എന്നെങ്കിലേ നമ്മളെ ഈമാൻ പൂർണ്ണമാകുള്ളൂ. അതാണ് മുഹീദ്ദീൻ ശൈഖിനെ മുൻനിർത്തി പ്രധാനമായി ഈ വിഷയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. 4 സംഗതി. 1, കളവ് പറയാൻ പാടില്ല. കുട്ടികളും പറയാൻ പാടില്ല, വാപ്പാരും പറയാൻ പാടില്ല, ആരും കളവ് പറയാൻ പാടില്ല. ഒന്നരായ ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് പ്രധാനമായി തൻ്റെ മുഹിബ്ബീങ്ങളെ നോക്കിയിരുന്നത് 4 സംഗതിയാണ്. കളവ് പറയുമോ? അതുകൊണ്ട് കളവ് പറയൽ മുനാഫിക്കിന്റെ അടയാളമാണ്. മറ്റൊന്ന്, കരാർ ചെയ്താൽ ലംഘിക്കാൻ പാടില്ല. അത് മുനാഫിക്കിന്റെ അടയാളം. ആരോട് എന്ത് കരാർ ചെയ്താലും, ഞാനിപ്പോൾ വിദ്യാഭ്യാസ ബോർഡിനോട് ഇന്നിങ്ങനെ ഈ മഹത്തായ ഫ്രൈഡേ പരിപാടിയിൽ ഒരു കുറഞ്ഞ സമയം സംസാരിക്കാമെന്ന് ഏറ്റാൽ ആ ഏറ്റത് ഞാൻ പാലിക്കൽ ബാധ്യസ്ഥനാണ്. അത് ഞാൻ ഞാൻ ചെയ്തോളണം. അതാണ് എൻ്റെ ഈമാന്റെ ഭാഗമാണത്. അത് ഞാൻ കാത്തു സൂക്ഷിക്കണം. കുറഞ്ഞ സമയമാണോ പരിപാടി വലുതോ ചെറുതോ എന്നും വലിയ പരിപാടിയാണ്. വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന പരിപാടിയാണ്. ആ നിലക്ക് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതിനെല്ലാവരും കാണുകയും വേണം, ഉൾക്കൊള്ളുകയും വേണം. അപ്പൊ ചതി നമ്മൾ നടത്താൻ പാടില്ല. അതുപോലെ തന്നെ വിശ്വസ്തത. ഒരു മക്കളെ മാതാപിതാക്കൾക്ക് അള്ള കൊടുത്തത് ആ മാതാവിനും പിതാവിനും വിശ്വസിച്ചേൽപ്പിച്ചതാണ്. അള്ളാനോട് നിലനിർത്തേണ്ട ഒരു അമാനത്തുണ്ട് മാതാപിതാക്കൾ. എനിക്ക് എത്ര കുട്ടികളെ തന്നാലും ആ കുട്ടികളെ എനിക്ക് അള്ളാഹു തന്നത് എന്നെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. ഇത് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഒരു മാതാവും പിതാവും ഒരു കുട്ടിയെ ഉസ്താദിന്റെ അടുക്കൽ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചാൽ, ക്ലാസ് എടുക്കാൻ ഏൽപ്പിച്ചാൽ, ആ ഉസ്താദ് ഏറ്റെടുത്തത് വലിയൊരു അമാനത്താണ്. ഇപ്പൊ ഞാനൊരു ഉസ്താദാണ്, എന്നെ ഉസ്താദാക്കിയത് എൻ്റെ ഉസ്താദ് ബഹ്റുൽ ഉലൂം ഷെയ്ഖുനാണ്, ഓക്കെ ഉസ്താദാണ്. ആ സമ്മതപ്രകാരം ഞാൻ ക്ലാസ് നടത്തുന്നു. എൻ്റെ അടുത്ത് രക്ഷിതാവ് ഒരു കുട്ടിനെ കൊടുന്ന് ഏൽപ്പിച്ചാൽ ഞാൻ ബാധ്യസ്ഥനാണ് അമാനത്ത് നിലനിർത്താൻ. അത് നമ്മൾ കൃത്യമായി നിലനിർത്തണം. അതുപോലെ കമ്മിറ്റി ഭാരവാഹികൾ അവർ അമാനത്ത് ഏറ്റെടുത്തവരാണ്. വിദ്യാഭ്യാസ ബോർഡ്, ഏത് ബോർഡും അമാനത്ത് ഏറ്റെടുത്തവരാണ്. ഇത് വലിയ ഉത്തരവാദിത്തമാണ്. ആ അമാനത്ത് നമ്മൾ കൃത്യമായി നിലനിർത്തണം. നമ്മളെ മക്കളെ കാര്യത്തിലാണ് അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യുക. ആ ഉമ്മുൽ ഖൈർ ബീവി കുട്ടിയോട് പറഞ്ഞു, മോനെ കളവ് പറയരുത്. കുട്ടിക്ക് ഇൽമ പഠിപ്പിക്കാനാണ് പ്രധാനമായി ശ്രദ്ധിച്ചത്. ആ ഉമ്മയും വല്ലിപ്പയും, ബാപ്പല്ലല്ലോ, കുട്ടിക്കാലത്ത് വഫാത്തായല്ലോ, ഉമ്മയും ബാപ്പയും ശ്രദ്ധിച്ചത് കുട്ടിക്ക് ഇൽമ പഠിപ്പിക്കാനാണ്. അങ്ങനെ ജീലാനിൽ ജനിച്ച മഹാനവറുകളെ ബഗ്ദാദിലേക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ചരിത്രങ്ങളൊക്കെ വലിയ 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 സംഭവ പാഠങ്ങളാണ്. ഔസുൽ ആലമിനെ അറിയാനാണ് മുഹീദ്ദീൻ മാല. മുഹീദ്ദീൻ മാല നമ്മൾ പാടണം. 450 വർഷം മുമ്പ് ഖാലി മുഹമ്മദി എന്ന മഹാൻ രചിച്ച് അറബി മലയാളത്തിൽ രചിച്ച് നമ്മുടെ നാട്ടിലേക്ക് അറിയപ്പോൾ ഇന്ന് വരെയുള്ള എല്ലാ പണ്ഡിതന്മാരും ഓതി പഠിച്ച ആലിമീങ്ങൾ മുഴുവനും അതിന് വലിയ സ്ഥാനം കൽപ്പിച്ച മഹത്തുക്കളാണ്. അത് ഇജ്മാ ആണത്. മഹത്തുക്കളുടെ കഴിഞ്ഞകാല പണ്ഡിതന്മാരുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ് മുഹീദ്ദീൻ മാല. അത് പാലിലെ വെണ്ണ പോൽ ബെയ്ത്താക്കി ചൊല്ലുന്നാറ് ബാക്കിയാമുള്ളവർ ഇതിനെ പഠിച്ചോവർ വലിയ ഭാഗ്യവാന്മാരാണ് അതിനെ പഠിച്ച ആൾക്കാർ. ഔസുൽ ആലമിന്റെ ചരിത്രം പഠിക്കാൻ ഇതിലുണ്ട്. കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്നി കൊടുത്തോവർ. ഇൽമു പഠിക്കാൻ വേണ്ടി പോകുമ്പോ കള്ളന്മാർ ചോദിച്ചു, എന്താ എന്റെ കയ്യിൽ? പൊന്നുണ്ട്. എവിടെടാ പൊന്ന്? ഇതാ പൊന്ന് കാണിച്ചു. കള്ളൻ ചോദിച്ചത് എന്തുകൊണ്ട് ഞങ്ങളോട് സത്യം പറഞ്ഞു? എന്റെ അമ്മ എന്നോട് പറഞ്ഞേക്കണ് കളവ് പറയരുത്. ഞാൻ കളവ് പറയില്ല. ആ കള്ളന്മാരെന്നെ ചിന്തിച്ചു എന്നല്ല, ഈ ചെറിയ കുഞ്ഞിന്റെ ഇത്ര സത്യസന്ധമായ നിലവാരം, ഉമ്മാനോട് ചെയ്ത കരാറ് ആ കുട്ടി നിലനിർത്തി. കുട്ടികളും വേണം, പഠിക്കുന്ന വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം? ഉസ്താദുമാരോടും രക്ഷിതാക്കളോടും നിലനിർത്തേണ്ട കടപ്പാടുകൾ നിലനിർത്തണം. അവർക്കൊരു അമാനത്തുണ്ട്. ഇത് നമ്മൾ നിലനിർത്തുമ്പോഴേ മുഅ്മിനായി മാറുള്ളൂ. അങ്ങനെ നമ്മളൊക്കെ പരസ്പരം വിശ്വസ്തരാണ്. ആ വിശ്വാസത്തിന് നമ്മൾ കളങ്കം വരുത്താൻ പാടില്ല. ഇങ്ങനെ 3 സംഗതി: സത്യം പറയാ, വിശ്വസ്തത നിലനിർത്തുക, ചതി നടത്താതിരിക്കുക. 4മതൊരു സംഗതി ഉണ്ട്, വൈദാ ഖാസമ ഫജറ. മുനാഫിക്കിന്റെ അടയാളം. പരസ്പര അഭിപ്രായ വ്യത്യാസം നമ്മളെ അടിയിലൊക്കെ ഉണ്ടാവും, പല വിഷയത്തിലുണ്ടാവും.
പലർക്കും പല കാഴ്ചപ്പാടുകളുണ്ടാവും. അവിടെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ മറ്റവന്റെ ഐബുകളൊക്കെ കൂടി വിളിച്ചു പറയുന്ന മുനാഫിക്കിന്റെ പണിയെടുക്കാൻ പാടില്ല. അതാണ് ഇപ്പം ലോകത്ത് കാണുന്നത്. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പല തെറ്റുകളും കുറ്റങ്ങളും അപാകതകളും പരസ്പര ബന്ധത്തിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റവന്റെ ഐബ് നമ്മൾ മറച്ചു വെക്കണം. സത്താറ് അയ്യൂബായ അള്ളാഹ് എൻ്റെ ഐബ് മറച്ചു വെക്കണമെങ്കിൽ മറ്റവന്റെ ഐബ് മറച്ചു വെക്കണം. അത് ഇന്ന് ലോകത്തിൽ നിന്ന് ഉയർന്നു പോയി. ഈ 4 സംഗതി നമ്മൾ സൂക്ഷിക്കുക. രക്ഷിതാക്കളും അമാനത്ത് നിലനിർത്തി ഏറ്റെടുത്ത ബാധ്യത. ഓരോരുത്തർക്കും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ആൺകുട്ടിയായാലും ആൺകുട്ടിന്റെ ബാധ്യത നിലനിർത്തണം, പെൺകുട്ടിയായാലും പെൺകുട്ടിന്റെ ബാധ്യത നിലനിർത്തണം. രണ്ടും 2 നിലവാരമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായി നിലനിർത്തേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട്. അതാണ് മഹാനായ ഉമ്മ പറഞ്ഞു, മോനെ കളവ് പറയാ, ദിൽമു പഠിക്കാൻ പറഞ്ഞയച്ചു. അതെന്ത് ചെയ്തു? റസൂലുള്ളാഹി നിലനിർത്തി. അപ്പൊ ആ കള്ളന്മാരടക്കം സ്വാലിഹീങ്ങളായി മാറി കുട്ടിനെ സുരക്ഷിതമായി എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുത്തു. പിന്നെ മാത്രമല്ല, ഈ സത്യസന്ധ ഉസ്താദുമാരെ വലിയ ബഹുമാനം, വലിയ ആദരവ്, വലിയ സ്ഥാനം, വലിയ പദവി ഉസ്താദുമാർക്ക് കൽപ്പിച്ച് ആ ഉസ്താദുമാർക്ക് കീഴിൽ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹ് ലദുന്യായി ഇൽമുന്റെയും ഇൽമുൽ മുക്കാശഫ കൊണ്ട് കൽബിൽ ഇങ്ങനെ ലദുന്യായ ഇൽമ അങ്ങനെ ഇട്ടുകൊടുത്ത് ഉസ്താദുമാര് പിന്നെ ആരോട് കുട്ടിയോട് ചോദിച്ചു പഠിക്കുന്ന അവസ്ഥ എത്തുകയാണ്. ഇതെന്തുകൊണ്ട് ലഭിച്ചു? സത്യസന്ധത കൊണ്ട് ലഭിച്ചു. മുഅ്മിനിന്റെ 4 അടയാളങ്ങൾ നിലനിർത്തിയത് കൊണ്ട് ലഭിച്ചു. അതുകൊണ്ട് മഹാനായ ശൈഖ് തങ്ങളെ മുൻനിർത്തി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, മാതാവിന്റെ അമാനത്ത് നിലനിർത്തുക, പിതാവിന്റെ അമാനത്ത് നിലനിർത്തുക, മക്കളെ അമാനത്ത് നിലനിർത്തുക, ഉസ്താദുമാർ, കമ്മിറ്റി, ഭാരവാഹികൾ എല്ലാം നമ്മളൊക്കെ. ഇനിയിപ്പോ നമ്മൾ പല ജോലിയും തൊഴിലും, ഞാൻ ഒരു കാഷ്യറാണ് വലിയൊരു കച്ചവടത്തിന്റെ, അമാനത്ത് നമ്മൾ നിലനിർത്തണം. ഞാൻ ഒരു തൊഴിലാളിയാണ്, മുതലാളിക്കിനോട് ഏറ്റ അമാനത്ത് നിലനിർത്തണം. ഇതൊക്കെ കൃത്യമായി നമ്മളെ ജീവിതത്തിൽ നിലനിർത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി വിശ്വസിച്ച് ഫർളൈനായ ഈമാനും കർമ്മങ്ങളും സ്വഭാവചിട്ടയും നമ്മൾ വരുത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾക്കുണ്ടാവും റസൂലുള്ളാഹിയുമായി ഒരു അഭേദ്യമായ ബന്ധം. ആ ബന്ധത്തിലേക്കാണ് നമ്മുടെ എല്ലാ വിഷയങ്ങളും മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇത് കൂടുതലായി നീട്ടിപ്പറയുന്ന സമയമല്ല. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. ഹൃദയം മുഴുവനും ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ ആ മഹത്തായ ഖുലുഖില്, സ്വഭാവത്തില് അലിഞ്ഞു ചേർന്ന് ജീവിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അതുപോലെ കുടുംബജീവിതം, ഭാര്യയും ഭർത്താവും. ഞാൻ എൻ്റെ ഭാര്യനെ വീട്ടിലാക്കി പോന്നാൽ എൻ്റെ ഭാര്യ എനിക്ക് തരേണ്ടതായ ഒരു അമാനത്തുണ്ട്, അത് ഭാര്യ നിലനിർത്തണം. ഞാൻ ഭാര്യക്ക് നൽകേണ്ടതായ ഒരു അമാനത്തുണ്ട്, ഞാൻ നിലനിർത്തണം. അങ്ങനെ കുടുംബജീവിതത്തിലും അയൽവാസി ജീവിതത്തിലും ജ്യേഷ്ഠാനുജന്മാരും ആങ്ങളപങ്കന്മാരും പരസ്പര ബന്ധത്തിലൊക്കെ നമ്മൾ നിലനിർത്തേണ്ടതായ വലിയ മൂല്യങ്ങൾ നമ്മൾ നിലനിർത്തുമ്പോൾ നമ്മളെ ഹൃദയം വികസിക്കും, നമ്മളെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും, നമ്മുടെ അമലുകൾ മഖ്ബൂലായി മാറും. ആ നിലവാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഞാൻ കൂടുതലായി നീട്ടിപ്പരത്തി പറയുന്നില്ല. പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മദദ് നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഉയർന്ന് ഉന്നതമായ നിലവാരത്തിലെത്തി ഔലിയാക്കളുടെ മുഴുവനും ലീഡറായി മാറി. അതുകൊണ്ട് സ്വന്തം മക്കളുടെ അമാനത്ത് അല്ലാഹ് ഏൽപ്പിച്ചു തന്നെങ്കിൽ ആ അമാനത്ത് കൃത്യമായി രക്ഷിതാക്കളും ഉസ്താദുമാരും എല്ലാവരും ഏറ്റെടുത്ത ബാധ്യതകളൊക്കെ കൃത്യമായി നിർവഹിച്ച് അള്ളാന്റെ അടുക്കൽ യഥാർത്ഥ ഖാലിസായ മുഅ്മിനായി മാറാൻ ശ്രമിക്കുക. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ ഒരു ഇടപെടൽ പിശാച്ചിൽ നിന്ന് രക്ഷപ്പെടാൻ, പിശാച്ചി നമ്മളൊക്കെ സ്വീപ്പാക്കുമല്ലോ, അവിടെ ഇടപെടാനുള്ള മാർഗങ്ങളും കഴിവുകളും എല്ലാവിധ ഉയർച്ചയും ഔസുല്ലാമിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇത് റസൂലുള്ള പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മദദ് കൊണ്ട് പിശാച്ചിന്റെ കെണിവലകളിൽ നിന്ന് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ ശിഷ്യന്മാരെയും നമുക്ക് വേണ്ടി ഭക്ഷണം ഇതൊക്കെ നൽകുന്ന പ്രവർത്തിക്കുന്നവരെയും അള്ളാഹു എല്ലാവിധ പൈശാചികതയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈമാനിലേക്ക് ഉയരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിപാടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ, അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു ദുനിയാവും ആഖിറവും റാഹത്താക്കട്ടെ. കോവിഡ് എന്ന മഹാമാരി അതുപോലെയുള്ള മഹാമാരികളിൽ നിന്ന് നമ്മയും ഉമ്മത്തിനെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹ് സലാമത്താക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم، وإلى حضرات جميع الأنبياء والمرسلين، وإلى حضرات أهل الخير كلهم أجمعين، خصوصا إلى حضرة الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا أولا إلى حضرة روح نبينا شفيعنا وحبيبنا وسيدنا ومرشدنا ومنجينا وهادينا محمد صلى الله عليه وسلم، وإلى حضرات سائر الأنبياء والمرسلين، وإلى حضرات البدريين وسائر الصحابة كلهم أجمعين، وإلى حضرة شيخنا شيخ المشايخ وكتبنا كتب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز، وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم بحقهم يسر عسيرنا وسهل أمورنا وبلغ آمالنا وادفع بلياتنا. اللهم بجاههم بارك لنا في جميع أمورنا. اللهم بارك في أمرنا هذا. اللهم بارك في تعلمنا. اللهم بارك في عيشنا ومعيشتنا. اللهم بارك في كسبنا. اللهم بارك في فهمنا وعقلنا. اللهم بارك في جميع أمورنا بركة تامة كما باركت على عبادك الصالحين. اللهم أصلحنا. اللهم أصلح أولادنا. اللهم أصلح تلاميذنا كما أصلحت عبادك الصالحين.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. بسم الله الرحمن الرحيم. الحمد لله العلي العظيم الولي الكريم الذي لا يدرك لأسمائه نهاية ولا يبلغ لها غاية، ومع هذا ترجع من حيث إن لها محتذا إلى الأمهات الأربع أرباب العناية المنصوص عليها في الكتاب الحكيم بقوله تعالى: هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. والصلاة والسلام على سيدنا محمد صلى الله عليه وسلم خير من ألبس دثار النبوة وشعار الولاية، وعلى آله وأصحابه أرباب الفتوة والهداية، وعلى خلفائه الراشدين القائمين مقامه إلى يوم الدين. رضي الله عن عابد القادر، رضي الله عن غوث الأعظم، رضي الله عن عابد القادر، رضي الله عن غوث الأعظم، رضي الله عن عابد القادر، رضي الله عن غوث الأعظم. ألا للإله الحمد في كل لحظة على ما حبنا نعمة بعد نعمتي، صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. له أسماء ليس يدرك كنهها ولو لنبي أو ولي بهمتي، صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. نعم إنها عند اعتبار انتسابها لها أمهات أربع ذات رفعتي، صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. هي الأول والباطن الآخر الذي هو الظاهر في الكون من دون خفيتي، صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. كما الأولان
هذا الأخيران معدن للنبوة صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية وأعظم بهاتين اللتين عليهما مدار مهمات الوجود بحكمتي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية ففي بعض أعيان قد ضمت كما ميتين افتراق في مظاهر ثلتي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية صلاة دواما مع سلام مؤبدي على خير مبعوث إلى خير أمتي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية محمد الماحي وآل وصحبه باب الراثين والنائبهم بخلتي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية وعفو عن المداحي غوث الورى الذي تسمى بمحيي الدين قطب المقلة صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية وسماعه والحاضرين وأهلهم ومطعميهم حبا له كل لحظة صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية ذكر في خلاصة المفاخر في اختصار مناقب الشيخ عبد القادر رضي الله عنه نبذة يسيرة أنه قدس الله سره تولد بجيلان سنة 71 و400 من الهجرة ودخل بغداد وله من العمر 18 سنة وهو أبو محمد عبد القادر بن أبي صالح موسى جنجي دوست ابن عبد الله بن يحيى الزاهد بن محمد بن داود بن موسى بن عبد الله ابن موسى الجون بن عبد الله المحض بن الحسن المثنى ابن حسن بن علي بن أبي طالب كرم الله وجهه وكلهم السادات رضي الله عنهم أجمعين منها ما روي عن عبد الحق
أنه قال كنا عند الشيخ رضي الله عنه يوما فتوضأ في قبقاب وصلى ركعتين ورمى بفردتيه بعدما صرخ صرختين فسكت بحاله ولم يتجاسر أحد على سؤاله. ثم قدمت قافلة من العجم بنذر له من ذهب وثياب وكان معهم ذلك القبقاب فقلنا أنى لكم هذا؟ قالوا بيننا سائرون خرجت علينا طائفة مع مقدمين لهم من الأعراب فقتلوا منا ونهبوا ما معنا من الأسباب فقلنا لو نذرنا للشيخ وذكرنا بكلمتين فما تم ذلك إلا أن سمعنا صرختين شديدتين فقال واحد منهم تعالوا وانظروا ما نزل من القهر علينا فنظرنا ووجدنا مقدميهم ميتين وعند كل واحد منهما فردة من هاتين. هذا وجميع ما ذكر من فيض رسول الله صلى الله عليه وسلم تسليما كثيرا كثيرا. رضي الله عن عبد القادر رضي الله عن غوث الأعظم رضي الله عن عبد القادر رضي الله عن غوث الأعظم رضي الله عن عبد القادر رضي الله عن غوث الأعظم. الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله. يا جنود الذاكرين يا شهود الحاضرين أكثروا ذكرا مبينا لدليل الطالبين. الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله. أن تقولوا يا ملاذ واسع الفضل المعاذ منكم لنا نفاذ كلنا عونا معينا. الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله. أنت حقا محيي ديني أنت قطب باليقين
أنت غوث كل حين فادفع عنا حنينا. الله الله ربنا الله 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 حسبنا الله. نحمد الله نشكر الله ذلك فضل من الله. أنت غوث الثقلين أنت زين الحرمين ومنير الملوين اجعلنا مقبلين. الله الله ربنا الله 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 حسبنا الله. نحمد الله نشكر الله ذلك فضل من الله. أنت أتقى الأتقياء أنت أصفى الأصفياء صرت تاج الأولياء آتنا فتحا مبينا. الله الله ربنا الله 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 حسبنا الله. نحمد الله نشكر الله ذلك فضل من الله. أنت مبدئ النوادر مظهر ما في الضمائر مخبر ما في السرائر رحمة دنيا ودينا. الله الله ربنا الله 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 حسبنا الله. نحمد الله نشكر الله ذلك فضل من الله. يا حفيد الحسنين يا كريم الطرفين يا نجيب الأبوين كلنا حرزا كمينا. الله الله ربنا الله 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 حسبنا الله. نحمد الله نشكر الله ذلك فضل من الله. كلنا كهفا ومنيعا عن بليات جميعا في خطيئات وسيعا من عطيات تفينا. الله الله ربنا الله 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 حسبنا الله. نحمد الله نشكر الله ذلك فضل من الله. أنزل الله سلاما مع صلوات دواما للذي راد ختاما لجميع المرسلين. الله الله ربنا الله 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 حسبنا الله. نحمد الله نشكر الله ذلك فضل
فضل من الله أحمدي والآل أسرى والأولى غشوه نصرا مع من اقتفوه إثرا والفريق نائبين الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله ورفع سامعين مدحه والصانعين طعمهم والحاضرين هاهنا والذاكرين الله الله ربنا الله 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 حسبنا الله نحمد الله نشكر الله ذلك فضل من الله. قال الله تعالى: يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. نبه الله تعالى بهذه الآية أهل الطريقة على أن رجاء الفلاح الحقيقي متوقف على 4 أعمال من الدقائق. أحدها الإيمان المتأكد بالبرهان المتأيد بالمكاشفة والعيان الذي يخرج به العبد من أقسام الشرك والطغيان. الثاني التقوى ب3 أنواعها: الأدنى تجنب المؤمن للعصيان، والأوسط الذي هو تحفظ السالك عن النسيان، والأعلى الذي هو جعل العارف ربه في موارد الشر وقاية لحضرة قدسه. والثالث ابتغاء الوسيلة بنوعيها الأعم الذي هو تقديم الأعمال الحسنة وتقويم الأفعال المستحسنة، والأخص الذي هو اتخاذ الطالب لنفسه من الهداة الكمل خليلا ليكون له دليلا. والرابع الجهاد بنوعيه الأصغر الذي هو محاربة أعداء الدين الخلق والدنيا والشيطان الذي يدعو الإنسان إلى مضان الخسران والخذلان والعصيان. والأكبر الذي هو مخالفة النفس في حب الشهوات بتزكيتها عن الأخلاق الذميمة وبتحليتها بالأوصاف السليمة. وصلى الله وسلم على سيدنا محمد خير من أوتي الحكمة وفصل الخطاب، وعلى الآل والأصحاب والأولياء والأقطاب. رضي الله عن عابد القادر، رضي الله عن غوث الأعظم، رضي الله عن عابد القادر، رضي الله عن غوث الأعظم، رضي الله عن عابد القادر، رضي الله عن غوث الأعظم. إلهي يا إلهي يا إلهي إلهي توبة قبل الممات، شربتم فضلتي من بعد سكري ولا نلتم علوي واتصالي، مقامكم العلا جمعا
مقامي فوقكم ما زال عالي إلهي يا إلهي يا إلهي إلهي توبة قبل الممات أنا في حضرة التقريب وحدي يصرفني وحسبي ذو الجلال أنا البازي أشهب كل شيخ ومن ذا في الرجال عطي مثالي إلهي يا إلهي يا إلهي إلهي توبة قبل الممات درست العلم حتى صرت قطبا ونلت السعد من مولى الموالي كساني خلعة بطراز عزي وتوجني بتيجان الكمال إلهي يا إلهي يا إلهي إلهي توبة قبل الممات وأطلعني على سر قديم وقلدني وأعطاني سؤالي قبول في السماء والأرض دقت وشاؤوش السعادة قد بدالي إلهي يا إلهي يا إلهي إلهي توبة قبل الممات أنا الحسني المخدر مقامي وأقدامي على عنق الرجال وولاني على الأقطاب جمعا فحكمي نافذ في كل حال إلهي يا إلهي يا إلهي إلهي توبة قبل الممات نظرت إلى بلاد الله جمعا كخردلة على حكم اتصال فلو ألقيت سري فوق ناري لخمدت وانطفت من سر حالي إلهي يا إلهي يا إلهي إلهي توبة قبل الممات ولو ألقيت سري فوق ميتي لقام بقدرة المولى مشالي ولو ألقيت سري في جبالي لدكت واختفت بين الرمال إلهي يا إلهي يا إلهي إلهي توبة قبل الممات ولو ألقيت سري في بحاري لصار الكل غورا في الزوال وما منها شهور أو دهور تمر وتنقضي إلا أتالي مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي وتخبرني بما يأتي ويجري
تعلمني فاقصر عن جدالي مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي بلاد الله ملكي تحت حكمي ووقتي قبل قلبي قد صفالي مريدي لا تخف واسم فإني عزوم قاتل عند القتال مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي مريدي لا تخف الله ربي أعطاني رفعة نلت المعالي مريديهم وطب واصطح وغني وافعل ما تشاف الاسم عالي مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي وكل ولي له قدم وإني على قدم النبي بدر الكمال أنا الجيلي محي الدين اسمي وأعلامي على رأس الجبال مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي وعبد القادر المشهور اسمي وجدي صاحب العين الكمال إلهي سيدي صلي وسلم على طه وأصحابه وآله مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي إلهي فعفوا لأبي وأمي وأستاذي بحرمة ذي المقال ومداح وحضار وسماع المطعم دوما بالوصال مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله الله تيري فيروم توديوم صلواتهم അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകൽ അരുളാലേ ആയേ മുഹമ്മദ് അവർ കീഴാണോവർ بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله എല്ലാ കീളയിലും ഭംഗിളായോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ
സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദവർ തായും ബാവയും ആണോവർ بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله മുദുവിന് ഖുത്ബായി വന്നോവർ ബാനം ആദേളിലോ കേളി നിറഞ്ഞോവർ ഇരുന്ന ഇരുപിന്നിൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله ബലത്ത് ശരീഅത്തെന്നും കടൽ ഉള്ളോവർ ഇടത്തെ ഹഖീഖത്തെന്നും കടലുള്ളോവർ ആകാശത്തും മേലും ഭൂമിക്കു താഴെയും അവരെ കോടി നീളം അത്തിരെ ഉള്ളോവർ بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله شيخ عبد القادر كيلاني എന്നോവർ ശൈഖന്മാർക്കെല്ലാവർക്കും ഖുത്ബായി വന്നോവർ അല്ലാഹു സ്നേഹിച്ച് മുഹയ്യിദ്ദീൻ എന്നോവർ അറ്റം ഇല്ലാതോളം മേൽമ ഉടയോവർ بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله മേൽമയിൽ തോഫം പറയുന്നു ഞാനിഫൽ മേൽമ ഫറകിൽ ഫലബണ്ണം ഉള്ളോവർ ഫാലിയിലെ വെണ്ണ ഫോൽ ബൈത്താക്കി ചൊല്ലുന്നൻ ഫാക്കിയമുള്ളോവർ ഇതിനെ പഠിച്ചോവർ بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله കണ്ണൻ അറിവാളൻ കാട്ടിത്തരും പോലെ قاضي محمد എന്ന് പേരുള്ളോവർ കോഴിക്കോടത്തൂറ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله അവർ ചൊന്ന ബൈത്തിനും ബഹിജ കിതാബിനും അങ്ങിനെ തക്മീല തന്നിന്നും കണ്ടോവർ കേഫാൻ വിശേളം മക്കവർ ഫോരീശ കെഫീനെ ലോകരെ മുഹയ്യിദ്ദീൻ എന്നോവർ للقطب الرباني والغوث الصمداني نجينا من كل آفات يا الله മൂലം ഉടയവൻ ഏകൽ അരുളാലേ മുഹയ്യിദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ ആവണ്ണം അല്ലാഹ്
ഡച്ചവൻ താൻ തന്നെ യാ ഗൗസുൽ അഅ്ലാം എന്നല്ലാഹ് വിളിച്ചോവർ ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസിസ് സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് എല്ലാ മാശായിഖന്മാരുടെ തോളും ഏകൽ അരുളാലേ എൻ്റെ കാലെന്നോവർ അന്നേരം മലക്കൂകൾ മെയ്യന്നെ ചൊന്നോവർ അവരെ തലക്കും മേൽ ഖൽഖ് പൊതിഞ്ഞോവർ ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസിസ് സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് അഫോളെ ഭൂമിയിലെ ശൈഖന്മാരെല്ലാരും അവർക്ക് തല താത്തി ചാച്ചി കൊടുത്തോവർ ഖാഫ് മലഇന്നും ബഹർ മുഹീത്തിനും യജൂജ് നാട്ടിനും തലനെ താത്തി ചോവർ ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസിസ് സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് അതിൽ ഒരു ശൈഖ ദല്ലെന്ന് ചൊന്നാരെ അവരെ വലിഫട്ടം നീക്കിച്ച് വെച്ചോവർ അതിനാൽ ചാതിയിൽ ഫെടുവന്ന് കേട്ടാരെ 70 മാനീനെ ഉസ്താദ് കണ്ടോവർ ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസിസ് സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് ഞാനെല്ലാ സിറിനും സിറന്ന് ചൊന്നോവർ ഞാൻ അല്ലാഹ് തന്നോട് അമ്രന്ന് ചൊന്നോവർ കൽഫന എന്നോരോ സൈഫ് ഞാൻ എന്നോവർ കോഫം ഓടയോന്റെ നാറ് ഞാനെന്നോവർ ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസിസ് സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് മറുകര ഇല്ല കടലേ ഞാൻ എന്നോവർ മനുഷ്യൻ അറിയാത്ത വസ്തു ഞാനെന്നോവർ ജിന്നീനും ഇൻസിനും മറ്റ് മലക്കിനും ഞാനീവയെല്ലാവർക്കും മയ്യേ ശൈഖെന്നോവർ ബിൽ ഖുത്ബിർ റബ്ബാനി വൽ ഗൗസിസ് സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് എല്ലാ വലികളും മേലെ ഖുത്ബാണോരും എന്നോട് വീട്ടിലെ ഫുള്ളർ ആദന്നോവർ എല്ലാ വലികളും മേലെ ഖുത്ബാണോരും എന്നോട് വീട്ടിലെ ഫുള്ളർ ആദന്നോവർ ബാശി ഞാൻ എണ്ണിയ ഉള്ളവരും ഞാനും വനവും ഭൂമിയിലും ഏറും ആദന്നോവർ
ആഫാതി യാ അല്ലാഹ് മുത്താൽ പാടച്ചതോ നീയാവിൽ നിൽക്കും നാൾ മൂഫർ മുഹിയുദ്ദീൻ കാവലിൽ യഗല്ലാഹ് കാലം അസ്റായിൽ മൗത്ത് വാങ്ങുന്നാളിൽ കരുത്തർ മുഹിയുദ്ദീൻ കാവലിൽ യഗല്ലാഹ് بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله പേടി ഫേരുത്ത ഖബറകം പോകുന്നാൽ ഫർഫറ്റ മുഹീദ്ദീൻ കാവലിൽ യഗല്ലാഹ് സോറെ വിളി കേട്ടിട്ടൊക്കെ ഫുറഫേട്ടാൽ സുൽത്താൻ മുഹീദ്ദീൻ കാവലിൽ യഗല്ലാഹ് بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله ഏഴ് മുഖമീട്ട ഡൊപ്പിച്ചോദിക്കും നാൾ എങ്കൾ മുഹീദ്ദീൻ കാവലിൽ യഗല്ലാഹ് ചൂട് ഫേരുത്ത റമ്മൽ ഞാൻ നിൽക്കും നാൾ ചൊങ്കർ മുഹിയുദ്ദീൻ കാവലിൽ യഗല്ലാഹ് بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله നരകം ആദിലും കോരോദം മികച്ച നാൾ നലവർ മുഹീദ്ദീൻ കാവലിൽ യഗല്ലാഹ് തൂക്കം പിടിച്ച് കണക്കെല്ലാം നോക്കും നാൾ നലവർ മുഹീദ്ദീൻ കാവലിൽ യഗല്ലാഹ് بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله അരിഫത്തിൽ ഇട്ട സീറാത്ത് കടക്കും നാൾ അരിമ മുഹീദ്ദീൻ കാവലിൽ യഗല്ലാഹ് ഖോജ ശഫാഅത്തിൽ മുഹയ്യിദ്ദീൻ തൻ കൂട കൂട്ട് സ്വർഗത്തിൽ ആലം ഉടയോനേ بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله ഖോജ വേദാംബരെ മംഗലം കാണുവാൻ മംഗലവേലകൾ കാണുവാൻ യഗല്ലാഹ് എന്നെയും എന്നോടെ ഉമ്മയും ബാവയും അറിവൈ പഠിപ്പിച്ച ഉസ്താദന്മാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്ങളെ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലാഹ് بالقطب الرباني والغوث الصمداني نجينا من كل آفات يا الله വിഷയേറെ ചെയ്ത് നാടന്നൊരടിയാന്റെ വിഷയം പുറത്ത് നീ റഹ്മത്തിൽ കൂട്ടല്ലാഹ് എല്ലാ വിഷയവും ഫോറുക്കുന്ന നായനെ ഏറ്റവും ഫോറത്തെ കൃപ
ചെയ്യ അല്ലാഹ് ബിൽ ഖുത്ബിർ റബ്ബാനി والغوث الصمداني نجينا من كل آفات يا الله നല്ല സലവാത്തും നല്ല സലാമയും നിന്റെ മുഹമ്മദിൻ ഏകഫരിയോനെ ബിൽ ഖുത്ബിർ റബ്ബാനി والغوث الصمداني نجينا من كل آفات يا الله الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الراحمين الملك الجبار يا الله സാധുക്കളായ ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാഹ് നിന്റെ ഹബീബിന്റെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണേ അല്ലാഹ് മുഴുവൻ അമ്പിയാക്കൾ ഔലിയാക്കൾ സജ്ജനങ്ങൾ സാലിഹീങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സാക്കണേ അല്ലാഹ് പ്രത്യേകിച്ച് ശൈഖ് അബ്ദുൽ ഖാദിരിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ തിരുനോട്ടം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ് ഒരുപാട് സമയം സാധുക്കളായ ഞങ്ങള് മഹാനവറുകളുടെ മൗലിദ് ഓതി അവിടുത്തെ ഒരുപാട് കറാമത്തുകൾ പറഞ്ഞു, മഹത്വങ്ങൾ പറഞ്ഞു. സാധുക്കളായ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിന്റെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ ദുആക്ക് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, പിഞ്ചുമക്കളുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ദോഷങ്ങളൊക്കെ പുറത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ശൈഖ് ജീലാനി തങ്ങളെ കാവല് ഞങ്ങൾക്ക് എല്ലാ സമയത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് പേര് ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ ഖൈറുകളും നീ നൽകണേ അല്ലാഹ്. എല്ലാ ശർറുകളെ തൊട്ടും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് രോഗികൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നീ ശിഫ നൽകണേ അല്ലാഹ്. ശരീരത്തിന് വേദനയുള്ളവർ, പ്രത്യേകിച്ച് കൈകാല് കടച്ചിൽ വേദനയുള്ളവർ ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി ഈ സമയത്തും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, മാറാവ്യാധികൾ തന്ന് ഞങ്ങളെ ആരെയും നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മനസ്സിന്റെ ഉള്ളിലെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ സഫലമാക്കണേ അല്ലാഹ്. ഒരുപാട് പേരിതാ ഈ സമയത്തും വീടില്ലാത്തവർ വീടുണ്ടാവാൻ വേണ്ടി നല്ല വഴി തുറന്നു തരാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു. ഖൈറായ വീട് നൽകണേ അല്ലാഹ്. വീടിന്റെ പണി തുടങ്ങി വെച്ചവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള വഴി നീ എളുപ്പമാക്കണേ അല്ലാഹ്. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളെ വീടുകളിൽ, ഞങ്ങളെ ഭാര്യമാരിൽ, ഞങ്ങളെ മക്കളിൽ, ഞങ്ങളെ മുഴുവൻ കാര്യങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളുള്ളവർക്ക് മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തിയവർക്ക് സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ,
പടച്ചവനെ ഈ ദുആഇന് ആമീൻ പറയുന്ന ഒരുപാട് പ്രായം ചെന്നവരുണ്ട്, ആഫിയത്ത് നൽകണേ അല്ലാ. ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് നീ നല്ല ഖൈറും ബറക്കത്തും നൽകി ആരോഗ്യം നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ, വീടുകളിൽ, ഏർപ്പാടുകളിൽ, ബിസിനസ്സുകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ തഅലീമിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദ്രസയിൽ പഠിക്കുന്ന ഒരുപാട് പിഞ്ചുമക്കളുണ്ട്, എല്ലാവർക്കും നല്ല ഹിഫ്ളും ബുദ്ധിശക്തിയും പഠനത്തിൽ മികവും നൽകണേ അല്ലാ. പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് നേടി നല്ല വിജയം നൽകണേ അല്ലാ. പടച്ചവനെ ഈ മഹാമാരിയിൽ നിന്ന് ഈ ലോകത്തെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഈ രോഗം തന്നെ പിടിപെട്ട് പലരും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, പെട്ടെന്ന് ആജിലായ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്, എല്ലാവർക്കും നീ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഈ നല്ല സദസ്സിന്റെ വെളിച്ചം പ്രകാശം അവരുടെ ഖബറിലേക്ക് നീ കാണിക്കണേ അല്ലാ. ഈ സമയം തന്നെ ഖബറിലേക്ക് അവർക്ക് കാണിച്ചു കൊടുത്ത് സന്തോഷമുള്ള ഖബറാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ ഉസ്താദുമാര്, സദാത്തുക്കള്, ഉമറാക്കള്, ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാവർക്കും നീ ഇസ്സത്തും ഹിമ്മത്തും നൽകണേ അല്ലാ. ഒരുപാട് കാലം അവരുടെ തണലിൽ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവർത്തകരിൽ, ഞങ്ങളെ നേതാക്കളിൽ, ഉസ്താദുമാരിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്, എല്ലാവരുടെയും ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഈ നല്ല മജ്ലിസിന്റെ ബറക്കത്ത്, ഇതിന്റെ പ്രകാശം, നൂറ് അവരുടെ ഖബറിലേക്ക് കാണിച്ചു സ്വർഗമായ ഖബറാക്കണേ അല്ലാ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാ. നീ നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين. صلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.